ഇത് ചോദിക്കുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ, ഒന്ന് ഇഖ്വാനികൾ, അതെ, രണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ, പിന്നെ അവരെ പിൻപറ്റുന്ന കുറച്ച് രാഷ്ട്രീയ പാർട്ടി, അവരുടെ പേരൊന്നും പറഞ്ഞില്ല, പിന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, ഒരു വൈകാരികമായി എപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു സമയം ബാധകമല്ല. അതിന് യുദ്ധമല്ല, ഞാൻ ആകാശം പൊളിഞ്ഞു വീഴുകയെന്നെങ്കിലും ഇവർക്ക് പറയാനുള്ളതൊക്കെ പറയും. അതിന് ഉദാഹരണം എന്താ വെച്ചാൽ, പിന്നെ ഈ വിഷയം നടക്കുമ്പോഴാണ് സലഫികൾ തീവ്രവാദികൾ എന്ന് വിളിച്ചത്, ജമാഅത്തുകാർ തീവ്രവാദികൾ എന്ന് വിളിച്ചു. കൊറോണ കാലഘട്ടത്തിൽ ലോകം മൊത്തം ഒരു അന്തരീക്ഷം, ഭയാനകമായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇറങ്ങിയ പുസ്തകമാണ് പിന്നെ അബ്ദുസ്സലാം വാണിയമ്പലത്തിൻ്റെ ഇഖ്വാനിസം എന്ന് നോക്കും. അത് സലഫിസം എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിലും അത് എനിക്ക് തോന്നുന്നത് തെറ്റിപ്പോയത്, ഇഖ്വാനിസം എന്നാണ് അതിൻ്റെ പേര്. അതിൽ പിന്നെ IS ആളുകൾ സലഫികളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ ആരോപണമാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തൊന്നും ബാധയില്ല. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ ഈ സമയം പരിഗണിക്കാതെ ഈ ചർച്ച കൊണ്ടുവന്നത് ആരാണ്? സലഫികളല്ല. അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആക്രമിച്ചപ്പോൾ ഇറാനിൻ്റെ രാഷ്ട്രീയവും ഇറാനിൻ്റെ മതവും ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് അതിന് ഇടയിലൂടെ ഷിയാക്കളുടെ വിശ്വാസങ്ങളെ വെള്ളപൂശി. അവർക്ക് എന്താ, ഇപ്പം ഷിയാക്കൾക്ക് അത്ര കുഴപ്പമൊന്നുമില്ല, ഷിയാക്കൾക്ക് അമേരിനോട് ഗോബാക്ക് പറയുന്ന ആൾക്കാരാണ്, ഓരോ അമേരിക്ക എന്ന് പറഞ്ഞ് ഷിയായിസത്തെ ന്യായീകരിക്കുന്ന പ്രവണത കണ്ടപ്പോഴാണ് സലഫികൾ പ്രതികരിച്ചത്. അപ്പോൾ ആ ഒരു പ്രവണത ഇല്ല. ഇവിടെ അമേരിക്ക ഇസ്രായേലും യുദ്ധം നടക്കുന്നു, നമ്മളെന്ത് ചെയ്യില്ല, അതിൽ പ്രതികരിക്കാൻ പോകില്ല. ഇവിടെ പ്രതികരിച്ച് എന്തുകൊണ്ടാണ്? അപ്പോൾ സലഫികളല്ല ഇവിടുത്തെ കുറ്റക്കാർ. ഇവിടുത്തെ ആദ്യത്തെ കുറ്റക്കാർ ഇവിടുത്തെ ഇഖ്വാനി പ്രൊഫൈലുകളാണ്, ഇവിടുത്തെ ജമാഅത്ത് നേതാക്കന്മാരാണ്. ജമാഅത്ത് നേതാക്കന്മാരും ഇഖ്വാനികളും ഇവിടെ ചെയ്ത പണി എന്താ വെച്ചാൽ, ഈ യുദ്ധത്തെ മറപിടിച്ചുകൊണ്ട്, ഈ ഒരു ആക്രമണത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടായി. എത്രത്തോളം ചോദിച്ചാൽ ഞാനത് വെറുതെ പറയില്ല. പിന്നെ പല കാര്യങ്ങളും അവിടെ ഇമാമികളെ പറ്റി അവർ പലതും പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് ചിലത് വായിക്കാം. അദ്ദേഹം ഈ ന്യായം തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും പിന്നെ അതിൻ്റെ കുറിപ്പ് തുടങ്ങുന്നതൊക്കെ തന്നെയാണ്, പിന്നെ വിശ്വാസപരമായി ശീകളോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സന്ദർഭത്തിൻ്റെ തേട്ടം നോക്കി വേണമെങ്കിൽ ഏത് കാര്യവും സംസാരിക്കാൻ. അത് ആദ്യം പഠിക്കേണ്ട ജമാഅത്തുകാരാണ്, സലഫികളല്ല. സലഫികൾ ഏത് കാലഘട്ടത്തിലും ആ പറയുന്ന കാര്യം, പറയുന്ന സന്ദർഭമൊക്കെ നോക്കി ഈ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ പിന്നെ സലഫികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുണ്ടാവും. അവർ ചില അതിവാദങ്ങളൊക്കെ പറയും. അപ്പോൾ പ്രത്യേകിച്ചും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മുജാഹിദികളുടെ നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അഭിപ്രായം പറയുന്നവരല്ല. അതിൻ്റെ പണ്ഡിത സഭ ഉണ്ട്, അതിൻ്റെ ഔദ്യോഗിക പണ്ഡിതന്മാരുണ്ട്, അതിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളുണ്ട്, അതിൻ്റെ അതാണ് ഇതിൻ്റെ നിലപാട്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഏതെങ്കിലും അടിയിൽ കുറിപ്പിടുന്നവനൊക്കെ ഒരൊക്കെ വിസ്തക്കാരാണ്, അതുകൊണ്ട് ഓലൊക്കെ വിസ്തത്തിൻ്റെ നിലപാട് എന്ന് പറയുന്ന ഇതൊരിക്കലും ശരിയല്ല. അതിവാദങ്ങൾ ഒരു കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടില്ല, അഡ്മിറ്റ് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അത് ഇന്ന് ഈ വിഷയത്തിലെന്നല്ല, ഒരു വിഷയത്തിലും അതിവാദങ്ങൾ. അപ്പോൾ സംഘടന പിന്നെ ഇല്ലാത്ത ആളുകൾ ഓലൊക്കെ വിസ്തക്കാണ്, അങ്ങനല്ല. വിസ്തത്തിന് കൃത്യമായ മെമ്പർഷിപ്പ് ഉണ്ട്, അതിന് തിരഞ്ഞെടുപ്പുണ്ട്. അതിലൂടെ വരുന്നത് പിന്നെ ഇനി അതിൻ്റെ ഏതെങ്കിലും സാധാരണ മെമ്പർമാർ പറഞ്ഞാൽ അതും അതിൻ്റെ അഭിപ്രായം കാണിക്കേണ്ട. അതിൻ്റെ ഔദ്യോഗിക പണ്ഡിതസഭ ഉണ്ട്, അത് നമ്മൾ സാന്ദർഭികത പറഞ്ഞു തരും. ഇദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിന് തേട്ടം നോക്കി വേണം സംസാരിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുലും അന്ത്യതിരുത്തും അന്ത്യപ്രവാചകൻ വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. നിലവിലുള്ള വിശുദ്ധ ഖുർആനിൽ അവിശ്വസിക്കുന്നവരോ മറ്റൊരു ഖുർആൻ അംഗീകരിക്കുന്നുമല്ല. ഷിയാക്കൾ മുസ്ലിങ്ങളല്ലെന്ന് പൂർവികരോ ആധുനികരോ പണ്ഡിതരോ ആരും പറഞ്ഞിട്ടില്ല. ഷിയാക്കൾക്ക് മുക്കയിലേക്ക് പ്രവേശനം നൽകപ്പെടുന്നുണ്ടല്ലോ. അലി ശരിയത്തി, ബാഹിറുത്ത് സദർ, മുർത്തസ മുത്തഹരി, സയ്യിദ് ഹുസൈൻ നസർ തുടങ്ങിയ അനേകം പണ്ഡിതരെയും ബുദ്ധിജീവികളെയും ഇസ്ലാമിന് സംഭാവന ചെയ്ത സമൂഹമാണിത്. ഇത് അപകടമാണ്. അപ്പൊ ഇതിപ്പോ യുദ്ധമില്ലല്ലോ, ശരീഅത്ത് മരിച്ചിട്ട് കാലത്രയായി. അപ്പൊ അലി ശരീഅത്ത് ഇപ്പൊ ജീവിച്ചിരിക്കണില്ല. അപ്പൊ എന്തിനാണ് ഈ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ അലി ശരീഅത്ത് ജമാഅത്തുകാർ കൊണ്ടുവന്നത്? അതാണ് പോയിന്റ്. അപ്പൊ അലി ശരീഅത്ത് എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് അവിടെ കൊണ്ടുവന്നത്? അലി ശരീഅത്തും ഇറാനും പിന്നെ ഇപ്പോഴത്തെ യുദ്ധം തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ജമാഅത്തുകാർ ബന്ധപ്പെടുത്തുന്നത് ഈ യുദ്ധത്തിൻ്റെ മറവിൽ ഷിയായിസം എല്ലാം കടത്തി, ആ കള്ളക്കടത്ത് സലഫികൾ പിടിച്ചു. അപ്പോൾ എന്ത് ചെയ്യോ, ഇത് പറയാൻ പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം നിർത്തി. നിങ്ങൾ ഈ ഷിയ കള്ളക്കടത്ത് കേരളത്തിൽ എന്ന് നിർത്തുന്നുവോ അന്ന് നിർത്തും.
ഇപ്പൊ ഇതില് പറഞ്ഞത് അള്ളാഹുലും അതുപോലെ തന്നെ ഖുർആനിലൊക്കെ വിശ്വസിക്കുന്നതാണ്. ഓല അള്ളാഹ് ഏതാന്ന് പറഞ്ഞല്ലോ. ഓല ഖുർആൻ അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ മാത്രമല്ല, ഷാഫി സ്ഥാപകനായ ഇമാം ജാഫർ സാദിഖ് സുന്നിയായ ഇമാം അബൂഹനിയുടെ ഗുരുനാഥനായിരുന്നു. സുന്നിയായ ഇമാം മാലിക്കിന്റെ മുഅത്തഖ് നെയിൽ ഔത്താർ എന്ന വിശിഷ്ട രചിച്ചത് ഇമാം ഷൗക്കാനി ഷിയാണ്. അതൊക്കെ നോണ കേട്ടോ. ഇപ്പൊ പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവസാനം ഇപ്പോൾ സഹിൽ ബുഖാരിയിലും ഷിയായിസ് ഉണ്ട് എന്നുള്ളതാണ് ചില ആളുകളുടെ ഗവേഷണം. അപ്പൊ ഈ കള്ളച്ചരക്ക് സലഫികൾ പിടികൂടും. ഇറാൻ യുദ്ധം നടക്കുന്നത്, അവിടെ യുദ്ധം നടന്നോട്ടെ, പക്ഷെ ആ യുദ്ധത്തിനിടക്ക് ഈ ഷിയായിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, ഷിയായിസത്തെ കടത്തിക്കൊണ്ടുവരാൻ നടക്കുന്ന ഈ അപകടത്തെ ഇത് മുസ്ലിം സമുദായത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ചെലവഴിക്കാൻ സലഫികൾ ഉള്ളിടത്തോളം. അതിന് നിങ്ങൾ മദ്ഹലി എന്ന് വിളിച്ചാലും പാടില്ല, ഇനി ജൂതയന്ത്രി എന്ന് വിളിച്ചാലും പാടില്ല, എന്ത് വിളിച്ചാലും ഇത് സലഫികളുള്ളിടത്തോളം ഈ കള്ളക്കടത്ത് പിടിക്കും. ഏതായാലും എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത്, ഇവർക്ക് വൈകിയാണെങ്കിലും മറ്റേ യൂസുഫ് അൽ ഖർളാവിക്ക് ബോധോദയം ഉണ്ടായ പോലെ ആഗ്രഹിക്കണം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരതാണ്. അപ്പൊ ഇതാണോ സമയം ചോദിച്ചാൽ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും ഇവിടുത്തെ ഇഖ്വാനോട് ചോദിക്കും, ഇതാണോ നിങ്ങൾ ഈ ഷിയായിസം കടത്തിക്കൂട്ടേണ്ട സമയം? അല്ലല്ലോ. അപ്പം നിങ്ങളൊരു വൈകാരികത മുതലെടുത്തിട്ട് നിങ്ങൾ ഈ ഇഖ്വാനിസം, ഫലസ്തീൻ്റെ എടുത്ത് കുറേ ഇഖ്വാനിസം ചേറ്റാൻ നോക്കിയോടെ അതിൽ ചില ആളുകളൊക്കെ പെട്ടുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ അഖീദയും മൻഹജും ക്ലിയറാണ്. മൻഹജ് ഇഖ്വാനിസവും അഖീദ സലഫി മൻഹജും അങ്ങനല്ല. ഇഖ്വാനി പ്രൊഫൈലുകൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. അതിൽ വരുന്നൊക്കെ ഇഖ്വാനികൾ ഒരിക്കലും ഞങ്ങൾ ഇഖ്വാനികൾ ലോകത്തോടെയും പറയില്ല. അതാണ് ഒരു അപകടം. ഈ സൂറികൾ പ്രത്യേകിച്ചും അവർ സലഫികളായിട്ട് അഭിനയിച്ച് വലിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് അബ്ബ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ സാധാരണക്കാർ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ആളാട്ടോ, അപ്പം സലഫി തന്നെ തഖിയ്യത്തിന്റെ ഭാഗം. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഇതാണോ സമയം ചോദിച്ചാൽ നമ്മൾ പറയുന്നു ഈ ചോദ്യം ജമാഅത്തുകാരും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണം. എന്ത്, ഈ സമയത്താണോ നമ്മൾ ഈ ഷിയായിസം കടത്തിക്കൂട്ടുന്നത്? ഈ അപകടകരമായ വിഷം ഈ ഉമ്മത്തിലേക്ക് കടത്തിക്കൂട്ടാൻ ഈ സന്ദർഭമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സലഫികൾ പിടിയും. അതുകൊണ്ട് നിങ്ങളൊന്ന് നിർത്തുന്നോ അത് നിങ്ങൾ നിർത്തും. അപ്പോൾ ഇതിൽ ഈ ജമാഅത്തും അതുപോലെ തന്നെ ഷിയസും ഇതിൽ തമ്മിലുള്ളൊരു അന്തർധാര, ഒരു ബന്ധം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിന്നെ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് വെച്ചാൽ എന്താ ജമാഅത്തുകാർ മാത്രം ഇങ്ങനെ വലിയ ഈ ഇറാൻ വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വിഷയം വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്തിനാണ് ഇങ്ങനെ വലിയ അപ്പോൾ അവരാണ് ഉഷാർ. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ഷിയസും തമ്മിൽ ഒരു പൊക്കിൽ കൂടി ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ പുസ്തകം, രക്തസാക്ഷ്യം എന്ന് പറയുന്ന ഈ പുസ്തകം. നേരത്തെ ഇവിടെ ഇയാൾ പറഞ്ഞല്ലോ, പിന്നെ ഇമാമിങ്ങൾ എന്താണ് പറഞ്ഞത് അവിടെ, പിന്നെ അലി ശരിയത്തി, ബാക്കിർ സദർ, മുർത്തസ മുത്തഹരി, സയ്യിദ് ഹുസൈൻ നസർ തുടങ്ങിയ കിടയറ്റം അനേകം പണ്ഡിതരെയും ബുദ്ധിജീവികളെയും ഇസ്ലാമിന് സംഭാവന ചെയ്ത സമൂഹമാണ് ഷിയായിസം. അതുകൊണ്ട് ഒരു വലിയ മോശക്കാരെന്നുണ്ട്, ഭയങ്കര പണ്ഡിതന്മാരും ഭയങ്കര ബുദ്ധിജീവികളുണ്ട്. അപ്പോൾ ആ ബുദ്ധിജീവിൻ്റെ കിതാബ് അത്. അപ്പോൾ എന്താണ് ഈ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇങ്ങനെ ഈ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചരിത്രം വെച്ചാൽ, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവും ഈ സഹാബത്തിന് ചീത്ത പറയുന്ന വിഷയമാണെങ്കിലും അതുപോലെ തന്നെ ഈ സുന്നത്തിനുള്ള സമയത്തിന് വിഷയം, ഇതൊക്കെ ഈ പിന്നെ ഷിയാക്കളുമായി കൊണ്ട് സാമ്യത ഉണ്ട്. അപ്പം ഇത് അലി ശരിയത്തിയുടെ രക്തസാക്ഷ്യം എന്ന് പറയുന്ന പുസ്തകമാണ്, ഷഹാദത്ത് എന്ന് പറയുന്ന. ഈ അലി ശരീഅത്ത് എന്ന് പറഞ്ഞത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത പറഞ്ഞ വ്യക്തിയാണ്. അതപ്പോൾ ഇവർ പറഞ്ഞ ഇസ്ലാമിനുള്ള സംഭാവന ഇത്. ഈ അലി ശരീഅത്തിന്റെ ഈ പുസ്തകത്തിന് നമുക്ക് സ്ത്രീയിലത് കാണിക്കാം. ഈ അലി ശരീഅത്തിന്റെ പുസ്തകത്തിന് പിന്നെ പരിഭാഷപ്പെടുത്തിയ ആളെ നമുക്ക് ആദ്യം നോക്കാം. അത് നമ്മൾ സിയം സാഹിബ ഖംനായി മരിച്ചപ്പോൾ മുബര് ബുക്കും പരിഭാഷപ്പെടുത്തിയത് തന്നെ. ഇസിയാക്കളുടെ എല്ലാ മാറാപ്പുകളും കേരളത്തിലേക്ക് ഇറക്കിയ ഒരു വ്യക്തി സിയം സേൻ. അയാളിപ്പോൾ എവിടെയാണ്? അവസ്ഥയിലാണ്. പിന്നെ ഇതിൻ്റെ ആമുഖം കൊടുത്തത് ആരാ ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ നേതാവായിരുന്ന ടി മുഹമ്മദ് സാഹിബാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ടി മുഹമ്മദ് സാഹിബ് ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെയാണ് നമ്മൾ പോലെ ഒരു പൊക്കിൾക്കടി ബന്ധമുണ്ടാകും. ശരി, ഷിയ വീക്ഷണം അനുസരിച്ച് രൂപീകൃതമായിട്ടുള്ള ഇത്തരം ഒരു പുസ്തകം കൈരളിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിന് പ്രസക്തിയുണ്ടോ ഇവർ ചോദിക്കുകയാണ്. ഇപ്പോൾ ഷിയാക്കളല്ലേ, ഒരു ഷിയ പണ്ഡിതൻ്റെ ഷിയ പിന്നെ നേതാവിൻ്റെ പുസ്തകം എന്തിനാണ് കേരളത്തിൽ കൈരളിക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, വൈജ്ഞാനികമായ പ്രസക്തി ഉണ്ടെന്നാണ് ഈ ലേഖകൻ്റെ അഭിപ്രായം. ഏതാ ലേഖകൻ? ജമാഅത്ത് ഇസ്ലാമിൻ്റെ അമീർ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ വലിയ നേതാവാണ്. അപ്പോൾ വൈജ്ഞാനികമായ എന്തൊക്കെ പ്രസക്തി നമുക്ക് നോക്കാം. ഇത് മുസ്ലിമീങ്ങൾക്ക് വലിയ വിജ്ഞാനം കിട്ടുന്ന കാര്യമാണല്ലോ. ഇതിൻ്റെ 32-ാമത്തെ പേജിൽ വിജ്ഞാനം കേട്ടോളി. മുസ്ലിമീങ്ങൾക്കുള്ള വിജ്ഞാനം കേട്ടോ. ഇസ്ലാമിനും ജാഹിലിയത്തിനുമിടയിൽ ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയായിരിക്കും. ഏതാ ഉസ്മാൻ? ഉസ്മാൻ റളിയല്ലാഹുവിനുമാണ്. അവിടെ റളിയല്ലാഹുവിനൊന്നും കൂടിയില്ല. സ്വർഗമുണ്ടെന്ന് മുത്തനബി തൻ്റെ നാവ് കൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ആ പ്രവാചകന്റെ മരുമകനായ
മുസ്ലിമീങ്ങളുടെ നേതാവായ ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി പറയാണ്, ഒരു ജാഹിലിയത്തിന് ഇടക്കുള്ള വെൽഡിങ്ങിൻ്റെ ഒരു ഇടക്കണ്ണിയാണ്. എന്നറിയാം ഉസ്മാനിലൂടെയാണ് ഇസ്ലാമിലേക്ക് ജാഹിലിയെത്തുന്നത്. നല്ല സംഭാവനയാണല്ലോ, ഭയങ്കര വിജ്ഞാനം. ഭയങ്കര വിജ്ഞാനമാണ്. ഇനി 51-ാമത്തെ പേജിൽ അബൂ ഹുറൈറ റളിയല്ലാഹു, ഇതിൻ്റെ 50-ാമത്തെ പേജ് ഞാൻ സമയപരിധിയിൽ വായിക്കണം. 50-ാമത്തെ പേജിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ എന്താ പറയുക റിവായത്ത് ഹദീസ് റിവായത്ത് ചെയ്യാൻ പണം വാങ്ങി എന്ന് പറയുന്ന ഷിയാൻ്റെ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശീർവാദത്തോടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നത് 38-ാമത്തെ പേജിൽ. മാത്രമല്ല പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് മുആവിയ റളിയല്ലാഹു എന്ന് പറയുന്നു. ഫീസ് വാങ്ങിയിട്ട് പൈസ ഹദീസ് ഉണ്ടാക്കിയാലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നു ഈ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇറാനിൻ്റെ വിഷയം വരുമ്പോൾ ജമാഅത്തുകാർ ഇങ്ങനെ ചാടണം ചോദിച്ചാൽ ഇതന്നെ കാരണം. അവരും തമ്മിൽ നിന്ന് ആദർശപരമായിക്കൊണ്ട് പിന്നെ ഐക്യമുണ്ട്. സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇനി ആര് ചാടിയാലും ആര് മദഹരി എന്നല്ല എന്ത് ജൂത ചാപ്പ കുത്തിയാലും ജൂതന്മാരുടെ കൂടെ പരലോകത്തൂർ എന്ന് പറഞ്ഞാലും ഈ കള്ളക്കടത്ത് കേരളത്തിൽ സലഫികൾ പിടിക്കും. അതിനി യുദ്ധമല്ല, ഇനി ആകാശം പൊളിഞ്ഞു വിടണം എന്ന് പറഞ്ഞാലും പിന്നെ നിങ്ങളൊരു യുദ്ധത്തെ യുദ്ധമായി കണ്ടോളൂ. അതിനിടയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആദർശം ഈ പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങളുടെ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് കടത്തിക്കൂട്ടാൻ ശ്രമിക്കരുത്.